ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഇൻസ്റ്റൻറ്റ് അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അരി അരക്കാതെയും അതുപോലെ കുതിർത്തിയൊന്നും വെക്കാണ്ടും രാവിലെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അരിപ്പൊടി ഉപയോഗിച്ചിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന സാധാരണ പുട്ട് അപ്പമൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന അരിപ്പൊടിയില്ലേ, ആ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങളുടെ അടുത്ത് വറുക്കാത്ത പച്ചരിപ്പൊടി ഉണ്ടെങ്കിലും എടുക്കാം. അപ്പോൾ പച്ചരിപ്പൊടി ഉണ്ടെങ്കിലും കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഇതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിലേക്ക് ഞാൻ 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചിരവിയ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയാണ്. 1 കപ്പ് നമ്മുടെ സാധാരണ 250 ml കപ്പാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ബൗള് കണക്കാണ് എടുക്കുന്നതെങ്കിൽ അരിപ്പൊടി എടുക്കുന്ന അതേ ബൗളിൽ തന്നെ തേങ്ങ എടുക്കുക. 1/4 കപ്പ് അളവിൽ അവലെടുത്തിട്ടുണ്ട്. അവലിന് പകരം 1/4 കപ്പ് അളവിൽ ചോറ് എടുത്താലും കുഴപ്പമില്ല. ഒരുപാട് എടുക്കണ്ട. ചോറ് എടുക്കുമ്പോൾ 1/4 കപ്പൊക്കെ തന്നെ മതി. 1/4 കപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ അളവാണ്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മുട്ട കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവും. കുറച്ച് ആവശ്യത്തിന് ഉപ്പ് കൂടി എടുത്ത് വയ്ക്കുക. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിതൊന്ന് ഇട്ടിട്ട് അടിച്ചെടുക്കണം. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അവലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവലായാലും ചോറായാലും കുറച്ച് മതി, ഒരുപാട് വേണ്ട. ഒരുപാട് ചോറായി കഴിഞ്ഞാൽ നമ്മൾ അപ്പം ചുട്ട് കഴിയുമ്പോൾ അതിങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പൊടിഞ്ഞു പോരും. അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒട്ടിയിരിക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചോറിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ കുറച്ച് ചോറ് മാത്രം എടുക്കുക. അതുപോലെ തന്നെ അവലാണെങ്കിൽ 1/4 കപ്പ് തന്നെ എടുത്താൽ മതി, ഒരുപാട് എടുക്കരുത്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം വേണം നമ്മൾ പൊടി ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിക്കുക. ടോട്ടലായിട്ട് 1/4 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ഉള്ള കൺസിസ്റ്റൻസി ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് അരച്ചെടുക്കേണ്ടത്. ഒരുപാട് അങ്ങ് വെള്ളം ഒഴിക്കരുത്. അതുപോലെ തീരെ വെള്ളം ഒഴിക്കാതെ അരക്കരുത്, മിക്സിയിൽ അരഞ്ഞു കിട്ടാൻ പാടായിരിക്കും. ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് ഇനി മുട്ട ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുക്കാനുണ്ട്. അപ്പോൾ മുട്ട ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ബാറ്റർ കുറച്ചുകൂടി ഒന്ന് ലൂസായിട്ടുള്ള ബാറ്റർ ആയിരിക്കും കിട്ടുക കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് ബാറ്റർ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാനുണ്ട്. തിളച്ച വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട, 1/4 കപ്പ് തന്നെ തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ തിളച്ച വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരു സ്പാറ്റിലയോ മറ്റോ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു തിളച്ച വെള്ളം ഒഴിച്ചാൽ മാത്രമാണ് നമ്മുടെ ഈ അരിപ്പൊടിയും അതുപോലെ ഇത് നല്ലൊരു ബാറ്ററായിട്ട്, നല്ലൊരു കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററായിട്ട് കിട്ടുള്ളൂ. ഇനി വേണം നമുക്ക് ചുട്ടെടുക്കാൻ. അപ്പോൾ ഇതിനി കുറേ നേരത്തേക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെയിറ്റ് ചെയ്യേണ്ട. നമുക്കത് മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ഓരോ തവണ ചുട്ടെടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ചുട്ടെടുക്കാനായിട്ട്. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നല്ല ചൂടായിട്ടുള്ള പാനിലേക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നല്ല ചൂടായ പാനിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രമാണ് ആ ഒരു ഹോൾസ് ഒക്കെ വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഹോൾസ് വരില്ല. ചിലപ്പോൾ ആദ്യം നിങ്ങൾ ഒഴിക്കുന്ന അപ്പത്തിന് ഒരുപാട് ഹോൾസ് വരണം എന്നില്ല. പക്ഷേ നല്ലോണം ഒന്ന് പാന് ചൂടായി വരുമ്പോഴത്തേക്കും രണ്ടാമത് നമ്മൾ ചുടുന്ന അപ്പം നല്ല ഹോൾസിൽ വരും. എൻ്റെത് ആദ്യം ഇതുപോലെയാണ് വന്നത്. ഇത്രയും ഹോൾസേ വന്നുള്ളൂ. പക്ഷെ നല്ല സോഫ്റ്റാണ്, നല്ല മോയിസ്റ്റാണ്, അതുപോലെ നല്ല ടേസ്റ്റുമാണ് ഈ ഒരു അപ്പം. ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഇത്രയും ഹോൾസാണ് ഞാൻ ആദ്യം ചുട്ട അപ്പത്തിന് വന്നത്. അപ്പോൾ ഞാൻ രണ്ടാമത് ചുട്ട അപ്പം ഞാൻ കാണിച്ചു തരാം. നല്ലോണം ഹോൾസ് വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ പാന് നല്ലപോലെ ചൂടായിരിക്കുകയാണ്. പൊഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ അതിൽ നിറയെ ഹോൾസൊക്കെ വരും. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഏത് കറിയും കോമ്പിനേഷനാണ്. ചിക്കൻ ആയാലും അതുപോലെ വെജിറ്റബിൾ കറി ആയാലും നമ്മൾ സാധാരണ അപ്പത്തിന് കഴിക്കുന്ന എല്ലാ കറികളും ഇതിൻ്റെ കൂടെ തന്നെ കോമ്പിനേഷനാണ്. ഒരുപാട് അങ്ങനെ മുട്ടയുടെ ചുവയൊന്നും തീരെ ഉണ്ടാവില്ല. മുട്ട ചേർത്തിട്ടുണ്ടെന്ന് പോലും നമുക്ക് ഈ ഒരു അപ്പം കഴിക്കുമ്പോൾ തോന്നില്ല. അപ്പോൾ ഇതൊരു ഒതൻറ്റിക് ആയിട്ടുള്ള ഓട്ടയുടെ റെസിപ്പിയൊന്നുമല്ല. കാരണം സാധാരണ ഓട്ടയുടെ ചട്ടിയിലാണ് ചുടുക. അതുപോലെ മുട്ട ചേർക്കാറില്ല. അതുപോലെ പച്ചരി കുതിർത്തിയിട്ടാണ് ഓട്ടയുടെ ഉണ്ടാക്കുക. അപ്പോൾ ഇതൊന്നുമല്ല. ഇത് എളുപ്പത്തിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ് കേട്ടോ.
അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു അരിപ്പൊടി മാത്രം യൂസ് ചെയ്തിട്ടുണ്ടാക്കുന്ന അപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേര് അത് കണ്ടിട്ടുണ്ടാവും. കാണാത്തവർക്കായിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ട്രൈ ചെയ്യാം കേട്ടോ. അതാണെങ്കിൽ ഇതിലും എളുപ്പമാണ്. അരിപ്പൊടി മാത്രം മതി. ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. നല്ല ടേസ്റ്റാണ്. അതുപോലെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ്. ഇതുപോലെയാണ് ഇത് ഉണ്ടാവുക. ബാക്ക് സൈഡ് നമ്മൾ മുട്ട ചേർത്തുകൊണ്ടാണ് ചെറിയൊരു മഞ്ഞ കളർ വരുന്നത് ബാക്കിൽ. അതുപോലെ ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നല്ലോണം തിളച്ച വെള്ളത്തിൽ വേണം ഈ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. അരച്ചെടുത്ത മാവിൽ ഒരിക്കലും പച്ചവെള്ളം ഒഴിച്ചാൽ നമുക്ക് ഇതുപോലെ അപ്പം കിട്ടില്ല. നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം, അരിപ്പൊടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. അപ്പോൾ ഇനിയും നല്ല റെസിപ്പികളായിട്ട് വരുന്നത് വരേക്കും താങ്ക്